കളിക്കുന്നത്. അറിയാതെ ഈ അക്കൗണ്ടിൽ കയറിപ്പോയതാ. ഇനി ഏതായാലും ഒരു കളി ഈ അക്കൗണ്ടിൽ കളിച്ചു നോക്കാം. എന്റെ ഗിൽഡിലുള്ള അവന്മാരൊക്കെ ഈ അക്കൗണ്ടിൽ ഫ്രണ്ട്സ് ആയിരുന്നോ? അവന്മാരുടെ അടുത്ത് പോയി ന്യൂബ് പ്രാങ്ക് ചെയ്യാം. വോയിസ് ചേഞ്ചർ ഉള്ളത് കൊണ്ട് ഞാൻ അവന്മാരുടെ ഗിൽഡ് ലീഡറാന്ന് എന്തായാലും മനസ്സിലാവാൻ പോകുന്നൊന്നുമില്ല. അല്ലെങ്കിലേ അവന്മാർ രണ്ടുപേരും മണ്ടന്മാരാ. ഏതായാലും ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. ചേട്ടാ, എനിക്ക് നിങ്ങളുടെ ഗിൽഡിൽ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങളുടെ ഗിൽഡിൽ എടുക്കുവോ? എടാ നൂബേ, നീ ആരാടാ അതിന്? ഞങ്ങളുടെ ഗിൽഡ് അല്ലെങ്കിലേ ഫുള്ളാ. ചേട്ടാ, നിങ്ങളുടെ ഗിൽഡിൽ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഇല്ലേ? നിങ്ങളുടെ ഗിൽഡ് ലീഡറിനോടൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഗിൽഡിൽ എടുക്ക്. എടാ നൂബേ, ഞങ്ങളുടെ ഗിൽഡ് ലീഡറൊന്നും നിന്നെപ്പോലുള്ള നൂബുകളെയൊന്നും ഗിൽഡിൽ കയറ്റില്ല. ചേട്ടാ, നിങ്ങളുടെ ലീഡറിനോട് ഒന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് വേണം അവൻ എന്നെ തെറി വിളിക്കാൻ. എടാ, ഈ നൂബ് എങ്ങനെയാടാ നമ്മുടെ രണ്ടുപേരുടെയും ഫ്രണ്ട് ലിസ്റ്റിൽ വന്നത്? എനിക്കും അറിയില്ലടാ. എടാ നൂബേ, നീ എങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ വന്നത്? അതെനിക്ക് അറിയില്ല ചേട്ടാ. നിങ്ങൾ എന്നെ ഒന്ന് ഗിൽഡിൽ കയറ്റുമോ? എന്റെ കുറെ കാലത്ത് ആഗ്രഹമാണ് നിങ്ങളുടെ ഗിൽഡിൽ വരണമെന്ന്. ഞാൻ നന്നായിട്ട് കളിക്കും. ഞാൻ 2 മാസമായിട്ടേ ഉള്ളൂ കളി തുടങ്ങിയിട്ട്. പക്ഷെ നല്ല പ്ലെയറാണ്. എടാ നൂബേ, നീ എന്തിനാടാ നുണ പറയുന്നത്? നിന്റെ അക്കൗണ്ടിൽ എന്നിട്ട് 6 മാസത്തെ ബാഡ്ജ് കിടപ്പുണ്ടല്ലോ. അത് വേറൊന്നും കൊണ്ടല്ല. ഈ നൂബ് അക്കൗണ്ട് എന്റെ ചേട്ടന്റെ പഴയ നൂബ് അക്കൗണ്ടാ. ഞാൻ കളി തുടങ്ങിയിട്ട് ശരിക്കും 2 മാസമായിട്ടേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ 1v1 കളിച്ച് തോപ്പിക്കാം. 2 മാസം കൊണ്ട് കളി തുടങ്ങിയ നീ ഞങ്ങളെ 1v1 കളിച്ച് പൊട്ടിക്കുന്നോ? നൂബേ, നീ എന്റെ കൂടെയാണോ 1v1 കളിക്കാൻ പോകുന്നത്? ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ട് വേണോ കളിക്കാൻ? അയ്യോ ചേട്ടാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നിങ്ങളെ എളുപ്പത്തിൽ പൊട്ടിക്കും. ഞാൻ കളി ജയിച്ച എന്നെ നിങ്ങളുടെ ഗിൽഡിലെടുക്കണം. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ നൂബേ, ഞങ്ങളില്ലേ ഞങ്ങളുടെ ഗിൽഡിലെ മെയിൻ പ്ലേയേഴ്സാ. ഗിൽഡ് വാറിനടക്കം ഞങ്ങളാ കളിക്കാറ്. നീയാണോ എന്നെ വെല്ലുവിളിക്കുന്നത്? ഞാൻ കളി തുടങ്ങിയിട്ട് 3 വർഷമാവാറായി. നീ കളി തുടങ്ങിയിട്ട് 3 മാസം പോലും ആയിട്ടില്ല. നമ്മള് തമ്മി കളിച്ചാ ഞാനേ ജയിക്കൂ, അത് ഉറപ്പാ. ചേട്ടാ, ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ? നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഗിൽഡ് ലീഡറിനെ പേടിയാണോ? എല്ലാരും അങ്ങനെയാണല്ലോ പറയുന്നത്. എടാ നൂബേ, നിന്നോട് ആരാടാ ഈ നുണയൊക്കെ പറഞ്ഞത്? ശരിക്കും ഞങ്ങളുടെ ഗിൽഡ് ലീഡറിനൊന്നും വലിയ പവറില്ല. ഗിൽഡൊക്കെ നോക്കി നടത്തുന്നത് ഞങ്ങളാ. പേരിനൊരു ലീഡറിന്നേ ഉള്ളൂ. അവനേക്കാളും മര്യാദക്ക് ഞങ്ങൾക്കാ കളിക്കാൻ അറിയുന്നത്. അവൻ വെറും ഷോയാ. പട്ടി ഷോ കാണിക്കാൻ മാത്രമാ ഗെയിമിൽ കയറുന്നത്. ഞങ്ങളൊക്കെ ഉള്ളോണ്ട് ഗിൽഡ് ഇങ്ങനെ പോകുന്നു. അയ്യോ ചേട്ടാ, സത്യം ഇതായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഗിൽഡ് ലീഡർ നല്ല ഒരാളായിരിക്കുന്ന. എടാ, അങ്ങനെയൊന്നുമല്ല. ഞങ്ങള് രണ്ടുപേരുമാണ് ഗിൽഡ് മൊത്തത്തിൽ ഒന്ന് നോക്കി നടത്തുന്നത്. ഞാൻ ലീഡർ അല്ലാന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ അക്കൗണ്ടൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ സ്കാമൊക്കെ ആക്കി കൊണ്ടുപോകും. ചേട്ടാ, ഞാൻ റൂം ഇടാം. നമുക്ക് 1v1 കളിച്ചാലോ? നൂബേ, നിന്റെ കാര്യത്തിൽ ഇന്ന് എന്തായാലും തീരുമാനാവും. Yeah, she's got some nice long hair and you know that she's a bad chick. All the boys stare, can't help it, it's a habit. Clothes that she wears, short skirt and a jacket. I just wanna get her all alone on a mattress. I just wanna have it, I just gotta have it. Rumors all around say her body is fantastic. All natural, not a piece of her is plastic. Head to her toes, yeah, they say that she's a latch. Yeah, the whispers all around say she has a reputation. Don't believe it till I see it, so I want a demonstration. And I've always learned it better with a hands-on education. So I need a private session if you get what I am saying. And they say that she's not easy, no, she's really complicated. But that only makes it better, and it's got me so fixated. And I'm not the type to wait around, I've never hesitated. But she's got me captivated, so the game I'm gonna play it, yeah. Got a body like a cocaine. First blood. These rumors got me feeling lonely. I want that body, baby, show me.
you like to stay out late. I heard you had a couple boyfriends. I heard they didn't treat you right. എടാ നൂബ്, നീ എങ്ങനെയാടാ എന്നെ തോപ്പിച്ചത്? ഞാൻ വിചാരിച്ചു നീ ഒരു പൊട്ടനായിരിക്കുന്ന. നീ കളി തുടങ്ങിയിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ എന്നൊക്കെ നീ വെറുതെ തള്ളിയതാണല്ലേടാ. സത്യം പറയടാ, നീ ആരാ? ചേട്ടാ അതൊക്കെ ഞാൻ പറയാം. എന്റെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്റെ കളി ഇഷ്ടപ്പെട്ടോ? എന്നെ ഇനി ഗിൽഡിലെടുക്കുവോ? എടാ നൂബെ, ഗിൽഡിൽ എടുക്കുന്നത് ഞാനല്ലടാ, ഗിൽഡ് ലീഡറാ. ചേട്ടാ നിങ്ങളല്ലേ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഗിൽഡ് ലീഡർ വേറെ ഒരു മണ്ടനാണെന്ന്? നിങ്ങളുടെ കയ്യിലാ മൊത്തം പവറെന്നും. എടാ അത് വിചാരിച്ച് അവനറിയാതെ ആരെയും ഗിൽഡിൽ കയറ്റാൻ പറ്റില്ല. ചേട്ടാ എന്തെങ്കിലും ഉടായ്പ കാണിച്ച് എന്നെ മാത്രം ഒന്ന് ഗിൽഡിൽ കയറ്റി, ഞാൻ നിങ്ങൾക്ക് ടോപ്പ് ഒക്കെ ചെയ്തു തരാം. എടാ ഈ നൂബ് വെറുതെ തള്ളുന്നതായിരിക്കോടാ. ഈ നൂബിന്റെ അടുത്ത് പോലും ഡയമണ്ട് ഇല്ല. പിന്നെ അവൻ എങ്ങനെയാ നിനക്ക് ടോപ്പ് ചെയ്ത് തരുന്നത്? ആടാ, അത് നീ പറഞ്ഞത് ശരിയാ. കാര്യം സാധിക്കാൻ വേണ്ടി ഈ നൂബുകളൊക്കെ എന്തൊക്കെ തള്ളാടാ ഈ തള്ളുന്നത്. ടോപ്പ് ചെയ്ത് തരും പോലും, ജനിച്ചിട്ട് ടോപ്പ് ചെയ്തിട്ടില്ല, എന്നിട്ട് അവൻ എനിക്ക് ടോപ്പ് ചെയ്ത് തരും. എടാ നൂബെ, നീ ഏതായാലും നന്നായിട്ട് കളിച്ചതല്ലേ, നിന്നെ ഞാൻ ഗിൽഡിൽ കയറ്റാൻ പറ്റുമോ നോക്കാം. ഞങ്ങളുടെ ഗിൽഡ് ലീഡർ രാത്രി ഓൺലൈനിൽ വരും, അപ്പൊ ഞാൻ ചോദിച്ചു നോക്കാം. ചേട്ടാ മറക്കല്ലേ ചേട്ടാ. A few moments later. എടാ അളിയാ, നമ്മുടെ ഗിൽഡിലേക്ക് ഒരു നൂബിനെ കയറ്റുവോ? നല്ലൊരു അടിപൊളി പ്ലെയറാ. അവൻ എന്നെ 1v1 കളിച്ചിട്ടില്ലേ, 7-1 തോപ്പിച്ചത്. എടാ ഏത് നൂബാടാ? ഗിൽഡ് ലീഡർ പൊട്ടനാന്ന് പറഞ്ഞ നൂബാണോ? എടാ മണ്ടന്മാരെ, ആ നൂബ് ഞാൻ തന്നെയാടാ. വോയിസ് ചേഞ്ചർ വെച്ചപ്പോ നിനക്കൊന്നും എന്നെ മനസ്സിലായില്ല അല്ലേ? നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരായോണ്ട് എനിക്ക് എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റി. എടാ അപ്പൊ നീ ആയിരുന്നോ ആ നൂബ്? പിന്നല്ല, വേറെ ഏതോ നൂബാ. നീ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ഞാൻ ഒരു മണ്ടനാണല്ലേ, എനിക്കൊരു പവറും ഇല്ല, നീ ആ ഗിൽഡ് നോക്കി നടത്തുന്നതെന്നൊക്കെ ഞാൻ കേട്ടു. എടാ സോറി എടാ, ആ നൂബിന്റെ മുമ്പിൽ ഒന്ന് ഷോ ഇറക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. അതൊക്കെ എനിക്ക് അപ്പോഴേ തന്നെ മനസ്സിലായി, നിന്റെ ഷോ ഒക്കെ എങ്ങോട്ടായി പോകുന്നതെന്ന്. എടാ അപ്പൊ നീ കുറച്ചു മുമ്പ് വന്നത് ആരുടെ അക്കൗണ്ടിലാ? എടാ അത് ഞാൻ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന അക്കൗണ്ടാ. കോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയാ നിന്നെയൊക്കെ ഫ്രണ്ട് ആക്കി വെച്ചത്. എടാ നീ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗിൽഡിലുള്ള ബാക്കി മെമ്പേഴ്സിനെയും കൂടെ പ്രാങ്ക് ചെയ്യടാ. വോയിസ് ചേഞ്ചർ ഉള്ളതുകൊണ്ടാ എനിക്ക് മനസ്സിലാവാതിരുന്നത്. എടാ എനിക്ക് അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ നൂബിന്റെ സൗണ്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. നീ ഇനി ഒന്നും പറയണ്ട, 2 മണ്ടന്മാരും അത് നൂബാന്നാ വിചാരിച്ചിരുന്നത്. എടാ പിന്നെയില്ലേ, രണ്ടുപേരും ഗിൽഡ് നോക്കി നടത്തണം. ഞാനൊരു മണ്ടനായതുകൊണ്ട് നിങ്ങളെ എല്ലാ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. എടാ കളിയാക്കാതെ ഞങ്ങളെ ഇത് വെറുതെ വിടടാ.